Hi friends, in നമ്മൾ പഠിക്കാൻ പോകുന്നത് Class 7 CBSE Hindi Chapter 18 संघर्ष के कारण मैं तुनक मिजाज हो गया धनराज ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസിദ്ധനായ ഹോക്കി പ്ലെയർ ശ്രീ ധൻരാജ് പിള്ളയെ ശ്രീമതി വിനീത പാണ്ഡെ ഇന്റർവ്യൂ ചെയ്തതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. संघर्ष के कारण मैं तुनक मिजाज हो गया धनराज. തുനുക് മിജാജ് എന്ന് വെച്ചാൽ ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, അതാണ് തുനുക് മിജാജ്. हॉकी के सुप्रसिद्ध खिलाड़ी धनराज पिल्लई जब 35 वर्ष के हो गए, उनका एक साक्षात्कार विनीता पांडे ने लिया था. इस साक्षात्कार का संपादित अंश यहाँ दिया जा रहा है. ഹോക്കിയിലെ പ്രസിദ്ധനായ പ്ലെയർ ശ്രീ ധൻരാജ് പിള്ളെ തൻ്റെ 35ാമത്തെ വയസ്സിൽ അദ്ദേഹം ശ്രീമതി വിനീത പാണ്ഡെയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. विनीता खिड़की पुणे की तंग गलियों से लेकर मुंबई के हीरानंदानी पावीय कॉम्प्लेक्स तक आपका सफ़र बहुत लंबा और कष्टसाध्य रहा है. उस सफ़र के बारे में कुछ बताइए. അപ്പം വിനീത ചോദിക്കുകയാണ്, കിഡ്ക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേരാണത്. യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ കഡ്ക്കി എന്നാണ്. പുണെക്ക് തങ്ക് ഗലിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരോ സ്ട്രീറ്റ്സ്, അതായത് തെരുവ്. അപ്പോൾ പൂനെയിലെ തെരുവിൽ നിന്നും പുണെക്ക് തങ്ക് ഗലിയോം സേ ലേക്കർ എന്ന് വെച്ചാൽ തെരുവിൽ നിന്നും മുംബൈക്ക് ഹീരാന്താനി പവി കോംപ്ലക്സ് തക്, മുംബൈയുടെ ഹീരാന്താനി പവി കോംപ്ലക്സ് വരെ ആപ്കാ സഫർ താങ്കളുടെ യാത്ര ബഹുത് ലംബ വളരെ നീണ്ടതും और കഷ്ടസാധ്യ രഹാത്ത, കഷ്ടസാധ്യ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി നിറഞ്ഞതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഡ്ക്കി എന്നുള്ള മുംബൈയിലെ ഒരു തെരുവിൽ നിന്നും ഹീരാന്താനി പവി കോംപ്ലക്സ് വരെ ശ്രീ ധൻരാജ് പിള്ളയുടെ യാത്ര, സഫർ എന്ന് വെച്ചാൽ യാത്ര, വളരെ നീണ്ടതും വളരെ ഡിഫിക്കൽട്ടി നിറഞ്ഞതുമായിരുന്നു. ഉസ് സഫർ കെ ബാരെ മേ കുച്ച് ബതായേ, ആ യാത്രയെക്കുറിച്ച് താങ്കൾ കുറച്ച് പറഞ്ഞാലും. ധനരാജ് ബച്പൻ മുഷ്കിലോം സേ ഭരാത്ത, കുട്ടിക്കാലം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. മുഷ്കിലോം എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി, ബുദ്ധിമുട്ട്. ഹം ബഹുത് ഗരീബ് തേ, ഗരീബ് എന്ന് വെച്ചാൽ പൂവർ. ശ്രീ ധൻരാജിൻ്റെ ഫാമിലി വളരെ പൂവറായിരുന്നു. മേരെ ദോനോ ബഡേ ഭായി ഹോക്കി കേൾത്തേ തേ, അദ്ദേഹത്തിൻ്റെ മൂത്ത 2 ചേട്ടന്മാർ ഹോക്കി കളിക്കുമായിരുന്നു. ഉനീക്കെ ചലത്തെ മുജേ ബി ഉസ്കാ ഷൗഖ് ഹുവ, ചേട്ടന്മാർ കളിക്കുന്ന കണ്ട് ധൻരാജിനും അതിനോട് ഇൻട്രസ്റ്റ് വന്നു. ഷൗക്ക് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്. पर हॉकी स्टिक खरीदने तक की हैसियत नहीं थी मेरी. പക്ഷേ ഈ ഹോക്കി സ്റ്റിക്ക് മേടിക്കാൻ പോലുമുള്ള അവസ്ഥ ശ്രീ ധൻരാജിനില്ലായിരുന്നു. ഹാസിയത്ത് എന്ന് വെച്ചാൽ സ്റ്റാറ്റസ്, അതിനുള്ള അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ധൻരാജിന് ഇല്ലായിരുന്നു. इसलिए अपने साथियों की स्टिक उधार मांगकर काम चलाता था. അപ്പോൾ അതുകൊണ്ട് സാത്യം എന്ന് വെച്ചാൽ കൂട്ടുകാർ. ധൻരാജ് തൻ്റെ കൂട്ടുകാരുടെ സ്റ്റിക്ക് ഉദാർ മാങ്കക്കർ റിക്വസ്റ്റ് ചെയ്ത് മേടിച്ച് അത് വെച്ച് ധൻരാജ് കളിക്കുമായിരുന്നു. അപ്പോൾ മുझे തബി മിൽത്തി തി ജബ് വേ ഖേൽ ചുക്കേ ഹോത്തേ തി. അപ്പോൾ ധൻരാജിന് ഈ സ്റ്റിക്ക് എപ്പോഴാണ് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്? അവർ കളിച്ച് തീരുമ്പോൾ മാത്രമാണ് അത് കളിക്കാൻ ധൻരാജിന് കിട്ടാറുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി ധനരാജ് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് തൻ്റെ കുട്ടിക്കാലം കടന്നുകൂടിയത്. ഒരുപാട് പൂവറായിരുന്നു. ഹോക്കി കളിക്കാൻ ഇഷ്ടമായിരുന്നെങ്കിലും അത് കളിക്കാനുള്ള സ്റ്റിക്കില്ലായിരുന്നു. അതും കൂട്ടുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. इसके लिए बहुत धीरज के साथ अपनी बारी का इंतज़ार करना पड़ता था. അതുകൊണ്ട് വളരെ ധൈര്യത്തോടുകൂടി തന്നെ എനിക്ക് എൻ്റെ ടേൺ വരുന്നിടം വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. इंतज़ार करना എന്ന് വെച്ചാൽ കാത്തിരിക്കുക. मुझे अपनी पहली स्टिक तब मिली जब मेरे बड़े भाई को भारतीय गेम के लिए चुन लिया गया. पहली स्टिक എന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റിക്ക്, മില്ല എന്ന് വെച്ചാൽ കിട്ടുക, ഭാരതീയ ക്യാമ്പ് എന്ന് വെച്ചാൽ നാഷണൽ ക്യാമ്പ്, ചുൺ ലേന എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ സ്റ്റിക്ക് കിട്ടിയത് എൻ്റെ മൂത്ത ചേട്ടനെ ഭാരതീയ ക്യാമ്പിലോട്ട് സെലക്ട് ചെയ്തപ്പോഴായിരുന്നു. ഉസ്നെ മുझे अपनी पुरानी स्टिक दे दी. പുരാനി എന്ന് വെച്ചാൽ പഴയ സ്റ്റിക്ക്. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് തൻ്റെ പഴയ സ്റ്റിക്ക് തന്നു. അതായത് ചേട്ടൻ ഭാരതീയ ക്യാമ്പിലോട്ട് സെലക്ട് ചെയ്ത് പോകാൻ നേരം തൻ്റെ പഴയ സ്റ്റിക്ക് അനിയനായ ധൻരാജ് പിള്ളയ്ക്ക്
കൊടുത്തു. वह नई तो नहीं थी, लेकिन मेरे लिए बहुत कीमती थी, क्योंकि वह मेरी अपनी थी. നൈ എന്ന് വെച്ചാൽ പുതിയത്, കീമത്തി എന്ന് വെച്ചാൽ വിലപിടിപ്പുള്ളത്. അപ്പോൾ വഹ് നെയ്ത്തോ നെഹിത്തി, അത് പുതിയതല്ലായിരുന്നു. ലേക്കിൻ പക്ഷേ, മേരലിയെ ബഹുത് കീമത്തി തീ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. എന്തുകൊണ്ട്? ക്യോങ്കി വഹ് മേരി അപ്നി തീ, അത് എൻ്റേതായിരുന്നു, എൻ്റേത് സ്വന്തമാണ്. അപ്പം നമ്മുടെ സ്വന്തമായിട്ട് ഒരെണ്ണം കിട്ടുമ്പോൾ നമുക്കത് വളരെ വിലപിടിപ്പുള്ള കാര്യം. എത്രയും നാളും നമ്മൾ മറ്റൊരാളുടെ സാധനം മേടിച്ചിട്ടാണ് നമ്മൾ ഈ ധൻരാജ് പിള്ള കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം അദ്ദേഹത്തിന് പഴയതാണെങ്കിലും ഒരു സ്റ്റിക്ക് തൻ്റെ സ്വന്തമായി കിട്ടിയപ്പോൾ അതിന് ഒരുപാട് വിലപിടിപ്പുള്ളതായിട്ട് തോന്നി. मैंने अपनी जूनियर राष्ट्रीय हॉकी सन 1985 में മണിപ്പൂർ മേ കേലി. അങ്ങനെ ഇപ്പം നമുക്ക് അടുത്ത ഈ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാവും ശ്രീ ധൻരാജ് പിള്ള അങ്ങനെ കളിച്ച് ഇരിക്കുകയാണ്. അപ്പം मैंने अपनी ജൂനിയർ രാഷ്ട്രീയ ഹോക്കി, അതായത് ജൂനിയർ നാഷണൽ ഹോക്കി 1985 മണിപ്പൂരിൽ കളിച്ചു. അപ്പോൾ അത്രയും വരെ പുള്ളി ഡെവലപ്പായി തുടങ്ങി. തബ് മൈ സിർഫ് 16 സാൽ കാ താ, ആ സമയത്ത് ധൻരാജ് പിള്ളയ്ക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. देखने में दुबला पतला और छोटे बच्चे जैसा चेहरा. दुबला पतला എന്ന് വെച്ചാൽ മെലിഞ്ഞത്, ചോട്ടെ ബച്ച എന്ന് വെച്ചാൽ കൊച്ചുകുട്ടി, ചെഹറ എന്ന് വെച്ചാൽ മുഖം. അപ്പോൾ അന്ന് ധൻരാജ് പിള്ളയ്ക്ക് 16 വയസ്സേ ഉള്ളൂ. കണ്ടാലൊന്നും നല്ല മെലിഞ്ഞിട്ട് കൊച്ചു കുട്ടികളുടെ മുഖമാണ്, അതായത് കൊച്ചുകുട്ടിയാണല്ലോ, 16 വയസ്സല്ലേ ഉള്ളൂ. इतनी दुबली कदकाठी के बावजूद मेरा ऐसा दबदबा था कि कोई मुझसे भिड़ने की कोशिश नहीं करता था. കഥക്കാട്ടി എന്ന് വെച്ചാൽ ശരീരപ്രകൃതി, ദുബലി കഥക്കാട്ടി എന്ന് വെച്ചാൽ മെലിഞ്ഞ ശരീരപ്രകൃതി, ദബദബാന എന്ന് വെച്ചാൽ ഡോമിനൻസ് ആധിപത്യം, ബിഡ്ന എന്ന് വെച്ചാൽ ഏറ്റുമുട്ടുക, കോഷിഷ് കർണ എന്ന് വെച്ചാൽ ശ്രമിക്കുക. അപ്പോൾ തൻ്റെ മെലിഞ്ഞ പ്രകൃതി ആയിരുന്നിട്ട് പോലും ശ്രീ ധൻരാജ് പിള്ളയുടെ ഡോമിനൻസ് ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ ഡോമിനൻസ് കാരണം ബാക്കിയുള്ളവർ പുള്ളിയോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കാറില്ലായിരുന്നു. മൈ ബഹുത് ജുചാരു താ, मैदान में भी और मैदान से बाहर भी. ജുചാരു എന്ന് വെച്ചാൽ ലട്നേവാല എന്ന് വെച്ചാൽ വഴക്കാളി. അപ്പോൾ ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കുന്ന ആളായിരുന്നു, മൈതാനത്തിലും മൈതാനത്തിന് പുറത്തും. 1986 में मुझे सीनियर टीम में डाल दिया गया और मैं बोरिया बिस्तारा बांधकर मुंबई चला आया. 1986 ശ്രീ ധൻരാജിനെ സീനിയർ ടീമിലേക്ക് എടുത്തു. അപ്പോൾ ബോരിയ ബിസ്താര ബാന്ധന എന്ന് വെച്ചാൽ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്യാം. അപ്പോൾ ശ്രീ ധൻരാജ് തൻ്റെ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്ത് മുംബൈയിലേക്ക് പോയി. उस साल मैंने और मेरे बड़े भाई रमेश ने मुंबई लेक में बेहतरीन खेल खेला. हमने खूब धूम मचाई. അപ്പോൾ ആ വർഷം ധൻരാജ് പിള്ളയും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ രമേഷും മുംബൈ ലീഗിൽ ബെസ്റ്റായിട്ട് കളിച്ചു. ബെഹത്രീൻ എന്ന് വെച്ചാൽ ബെസ്റ്റായിട്ട് കളിക്കുകയും അവർ നല്ല അടിപൊളിയായിട്ട് ആ മാച്ച്, ആ ലീഗ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. इसी के चलते मेरे अंदर एक उम्मीद जागी कि मुझे ओलंपिक्स के लिए नेशनल कैंप से बुलावा ज़रूर आएगा, पर नहीं आया. അപ്പോൾ ഇത്രയൊക്കെ മുംബൈ ലീഗിലൊക്കെ കളിച്ച് നല്ല പെർഫോമൊക്കെ കാഴ്ചവെച്ചപ്പോൾ ഈ ധൻരാജിൻ്റെ മനസ്സിൽ ഉമ്മീദ് ജാഗി, അതായത് മനസ്സിലൊരു ഐഡിയ, ഒരു ആലോചന, അല്ലെങ്കിൽ ഒരു ആഗ്രഹം വന്നു. എന്താണ്? ഒളിമ്പിക്സിൻ്റെ നാഷണൽ ക്യാമ്പിലേക്ക് ശ്രീ ധൻരാജിനെ വിളിക്കും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പർ നഹി ആയി, പക്ഷെ അങ്ങനൊരു വിളി വന്നില്ല. മേരാ നാം 57 खिलाड़ियों की लिस्ट में भी नहीं थी. അപ്പോൾ ആ വർഷം, അതായത് 1988 ഒളിമ്പിക്സിലേക്ക് പങ്കെടുക്കാനുള്ള നാഷണൽ ക്യാമ്പിൽ 57 കളിക്കാരെ എടുത്തിരുന്നു. ഖിലാഡിയോ എന്ന് വെച്ചാൽ കളിക്കാർ. 57 കളിക്കാരെ എടുത്ത ലിസ്റ്റിൽ പോലും, 57 കളിക്കാരെ എടുത്ത ലിസ്റ്റിൽ പോലും ശ്രീ ധൻരാജിൻ്റെ പേര് വന്നില്ല. ബഡി മായൂസി ഹുയി, മായൂസി എന്ന് വെച്ചാൽ ഡിസപ്പോയിൻമെൻറ്റ്, വളരെ വിഷമവും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ ഉണ്ടായി. മഗർ ഏക് സാൽ ബാദ് ഹി ऑलविन एशिया कप के कैंप के लिए मुझे चुन लिया गया. तब से लेकर आज तक मैंने पीछे मुड़कर नहीं देखा. मगर एक साल बाद, ഒരു വർഷത്തിന് ശേഷം ഓൾവിൻ ഏഷ്യ കപ്പിലെ ക്യാമ്പിലേക്ക് ശ്രീ ധൻരാജിനെ സെലക്ട് ചെയ്തു. തബ് സെ ലേക്കർ ആജ് തക്, അന്ന് തൊട്ട് ഇന്ന് വരെ मैंने पीछे मुड़कर नहीं देखा, ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.
അതായത് ധൻരാജ് പിള്ളയ്ക്ക് ഓൾവിൻ ഏഷ്യ കപ്പിലെ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ടി. വിനീത, आपका विद्यार्थी जीवन कैसा रहा? अपने स्कूल के दिनों से आपकी किस प्रकार की यादें जुड़ी है? അപ്പോൾ ഇന്റർവ്യൂവർ വിനീത ചോദിക്കുകയാണ്, आपका विद्यार्थी जीवन അതായത് സ്റ്റുഡന്റ് ലൈഫ്, താങ്കളുടെ സ്റ്റുഡന്റ് ലൈഫ് എങ്ങനെയായിരുന്നു? अपने स्कूल के दिनों से आपकी किस प्रकार की यादें जुड़ी है? യാദ് എന്ന് വെച്ചാൽ ഓർമ്മകൾ. താങ്കളുടെ സ്കൂൾ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? ധൻരാജ്, मैं पढ़ने में एकदम फिसड्डी था, किसी तरह 10वीं तक पहुंचा, मगर उसके आगे तो मामला बहुत कठिन था. फिसड्डी എന്ന് വെച്ചാൽ ലഗാഡ്, ലാഗിങ് ബിഹൈൻഡ്. അതായത് ശ്രീ ധൻരാജ് പഠിക്കാൻ ഒരുപാട് പുറകോട്ടായിരുന്നു. കിസി തര 10वीं तक पहुंचा, 10वीं എന്ന് വെച്ചാൽ 10ാം ക്ലാസ്, എങ്ങനെയോ 10ാം ക്ലാസ് വരെ എത്തി. മഗർ ഉസ്കെ ആകെ തോ മാംല ബഹുത് കഠിൻ था, പക്ഷേ അതിനുശേഷമുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയും ഒക്കെ പുള്ളി 10ാം ക്ലാസ് വരെ ഒന്ന് എത്തി, അത്രയേ ഉള്ളൂ. एक बात कहूँ, अगर मैं हॉकी खिलाड़ी न होता तो शायद एक चपरासी की नौकरी भी मुझे न मिलती. പക്ഷേ ഒരു കാര്യം പറയാം, एक बात कहूँ, ഒരു കാര്യം പറയാം. എന്താണ്? അഗർ മൈ ഹോക്കി ഖിലാടി ന ഹോത്താ തോ, ഞാനൊരു ഹോക്കി പ്ലെയർ ആയില്ലായിരുന്നെങ്കിൽ ഷായദ് ഒരു പക്ഷേ एक चपरासी की नौकरी भी मुझे न मिलती. ചപ്പരാസി കി നൗക്കരി എന്ന് വെച്ചാൽ, ചപ്പരാസി എന്ന് വെച്ചാൽ പ്യൂൺ. അപ്പോൾ ഒരു പ്യൂണിൻ്റെ ജോലി പോലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ധൻരാജ് പറയുകയാണ്, എന്താണ്, എങ്ങാനും ഞാനൊരു ഹോക്കി പ്ലെയർ ആകാതെ ആയിരുന്നെങ്കിൽ എനിക്കൊരു പ്യൂണിൻ്റെ ജോലി പോലും കിട്ടത്തില്ലായിരുന്നു. ആജ് മൈ ബാച്ചിലർ ഓഫ് സയൻസ് യാ ആർട്സ് ഭലേ ഹി ന ഹോ पर गर्व से कह सकता हूँ कि मैं बैचलर ऑफ हॉकी हूँ. ഇന്ന് ഞാൻ ബാച്ചിലർ ഓഫ് ആർട്സോ സയൻസോ ഒന്നും അല്ലെങ്കിൽ തന്നെയും എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ ബാച്ചിലർ ഓഫ് ഹോക്കിയാണെന്ന്. ഇത്ര അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. और मेरी शादी के लिए आप मुझे മാസ്റ്റർ ഓഫ് ഹോക്കി കഹ സക്തേ ഹേ. ഇനി കല്യാണക്കാരിയും കല്യാണാലോചനയായിട്ട് വല്ലതും വരാനാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ മാസ്റ്റർ ഓഫ് ഹോക്കിയാണെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നർമ്മ സംഭാഷണമാണ്. അപ്പം പുള്ളി വളരെ അഭിമാനത്തോടെ പറയുകയാണ്, ഹോക്കിയിൽ പുള്ളി വേണമെങ്കിൽ ഒരു മാസ്റ്റർ ഓഫ് ഹോക്കി എന്ന് വേണമെങ്കിലും പുള്ളിയെ വിളിക്കാമെന്ന് പുള്ളി അഭിമാനത്തോടുകൂടി തന്നെ പറയുകയാണ്. വിനീത, ആപ് ഇത്നെ തുനക് മിജാജ് ക്യോ ഹേ? കബി കബി ആപ് ആക്രാമക് ബി ഹോ ജാത്തെ ഹേ. അതായത് ഇന്റർവ്യൂവർ വീണ്ടും ചോദിക്കുകയാണ്, താങ്കൾ ഇത്ര പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ്, തുനുക് മിജാജ് എന്ന് വെച്ചാൽ ഷോർട്ട് ടെമ്പേർഡ്, ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായത് എന്തുകൊണ്ടാണ് താങ്കൾ കൂടുതൽ ഒരു ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നത്? ധൻരാജ്, ഇസ് ബാത് കാ സംബന്ധ് മേരെ ബച്പൻ സേ ജുഡാ ഹുവാ ഹെ. അപ്പോൾ ധൻരാജ് പറയുകയാണ്, എൻ്റെ ഈ സ്വഭാവം എൻ്റെ കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. मैं हमेशा से ही अपने आप को बहुत असुरक्षित महसूस करता था. ഞാൻ കൊച്ചുനാളിൽ ഞാൻ സ്വയം ഒരു സുരക്ഷിതനാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു സുരക്ഷിതനല്ലാത്ത വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. मैंने अपनी माँ को देखा है कि उन्हें हमारे पालन पोषण में कितना संघर्ष करना पड़ा है. ഞാൻ എപ്പോഴും എൻ്റെ അമ്മ ഞങ്ങളെ സഹോദരങ്ങളെ എല്ലാവരെയും നോക്കി വളർത്തുന്നതിൽ ഒരുപാട് സംഘർഷം അനുഭവിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം അമ്മ അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ വളർത്തിയെടുത്തത്. മേരി തുനുക് മിജാജിക്ക് പീച്ചെ കൈ വജേ ഹേ. ഇതുപോലെ ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കുന്നതിന് ഇതുപോലെ കുറേ കാരണങ്ങളുണ്ട്. ലേക്കിൻ മൈ ബിന ലാഖ് ലപേട്ട് വാല ആദ്മി ഹൂ. ബിനാ ലാഖ് ലപേട്ട് വാല ആദ്മി എന്ന് വെച്ചാൽ സ്പീക്ക് പ്ലെയിൻലി വിത്തൗട്ട് അവോയ്ഡിങ് അൺപ്ലസൻറ്റ് ഓർ എംബറസിങ് ഇഷ്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് ഉള്ളത് ഞാൻ തുറന്നു പറയും, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാലും. അതാണ് ബിനാ ലാഖ് ലപേട്ട് വാല ആദ്മി എന്ന് പറയുന്നത്. അപ്പം ധൻരാജിൻ്റെ സ്വഭാവം എന്താണ്? പുള്ളി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുറന്നു പറയും, അത് ബാക്കിയുള്ളവരെ എത്ര വിഷമിപ്പിക്കുന്നു എന്നൊന്നും ചിന്തിക്കാറില്ല. അതാണ് ബിനാ ലാഖ് ലപേട്ട് വാല. मन में जो आता है सीधे सीधे कह डालता हूँ और बात को कई बार पछताना भी पड़ता है. അതായത് മനസ്സിൽ എന്താണോ വരുന്നത് നേരെ അതങ്ങ് പറയും. സീതേ സാധേ കഹ് ഡാൽത്താ ഹെ, അതായത് നേരെ അതങ്ങ് പറഞ്ഞു കളയും. और बात को कई बार पछताना भी पड़ता है. പക്ഷേ അതിനുശേഷം എന്താണ്, ഈ പറഞ്ഞതോർത്ത് പശ്ചാത്തപിക്കേണ്ടിയും വരും.
मुझसे अपना गुस्सा रोका नहीं जाता. എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റാറില്ല. दूसरे लोगों को भी मुझे उकसाने में मज़ा आता है. അപ്പോൾ എൻ്റെ ഈ ഷോർട്ട് ടെമ്പേർഡ് കാരണം ബാക്കിയുള്ളവർക്കും എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത് ഒരു രസമാണ്. ഉക്സാന എന്ന് വെച്ചാൽ പ്രൊവോക്ക് ചെയ്യുക. ഒരാളുടെ ദേഷ്യം കയറുന്നൊരു സ്വഭാവമാണെങ്കിൽ അവർ ദേഷ്യം പിടിപ്പിക്കുക, അതാണ് ഉക്സാന. അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കും. അപ്പോൾ അതിനൊക്കെ എൻ്റെ ബാക്കിയുള്ളവർ രസം കണ്ടെത്തുകയും ചെയ്യും. ധനരാജിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കളിക്കാരും സഹകരിക്കുന്ന ആളുകളുമെല്ലാം. मुझे ज़िंदगी में हर छोटी बड़ी चीज़ के लिए जूझना पड़ा जिससे मैं चिड़चिड़ा हो गया हूँ. അപ്പോൾ ധനരാജ് പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു കാര്യമായാലും വലിയ കാര്യമായാലും അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ പലപ്പോഴും ഇറിറ്റബിളും ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇറിറ്റബിൾ സ്വഭാവം എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. സാത്ത് ഹി സാത്ത് മൈ ബഹുത് ഭാവുക് ഇൻസാൻ ബി ഹൂ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വളരെ നന്മയുള്ള ഒരു മനുഷ്യനും ആണ്. മൈ കിസിക്കോ തക്ലീഫ് മേ നെഹി ദേഖ് സക്ത. തക്ലീഫ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്. എനിക്ക് ആരും ബുദ്ധിമുട്ടുന്നത് കണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. മൈ അപ്നെ ദോസ്തോം ഓർ അപ്നെ പരിവാരോം കി ബഹുത്ത് ഖദ്ർ കർത്താ ഹൂം. ഖദ്ർ കർണ എന്ന് വെച്ചാൽ വാല്യൂ കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് വാല്യൂ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. मुझे अपनी गलतियों के लिए माफ़ी मांगने में कोई शर्म महसूस नहीं होती. गलती എന്ന് വെച്ചാൽ തെറ്റ്, മാഫി മാംഗന എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് ചോദിക്കുക, ഷരം എന്ന് വെച്ചാൽ നാണക്കേട്. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ എന്തെങ്കിലും തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് ചോദിക്കുന്നതിൽ എനിക്ക് ഒരു നാണക്കേടും തോന്നാറില്ല. ഞാൻ മാപ്പ് ചോദിക്കാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മാപ്പ് ചോദിച്ചിരിക്കും. വിനീത, आपके परिवार की आपके लिए क्या अहमियत है? അഹമിയത്ത് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ വിനീത ചോദിക്കുകയാണ്, താങ്കളുടെ ഫാമിലിയിൽ താങ്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ധൻരാജ്, സബ്സെ അധിക് പ്രേരണ മുझे अपनी माँ से मिली. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രേരണയും പ്രോത്സാഹനവും എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഉൻഹോനെ हम सब भाई बहनों में अच्छे संस्कार डालने की कोशिश की. അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ നല്ല സംസ്കാരം ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. മൈ ഉൻകെ സബ്സെ നസ്ദീഖ് ഹോ. നസ്ദീഖ് എന്ന് വെച്ചാൽ അടുത്ത്. ഞാൻ എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്താണ് ഉള്ളത്. മൈ ചാഹെ ഭാരത് മേ രഹൂ യാ വിദേശ് മേ रोज रात में सोने से पहले माँ से ज़रूर बात करता हूँ. ഞാൻ ഭാരതത്തിലായാലും വിദേശത്തായാലും റോസ് രാത് എല്ലാ ദിവസവും രാത്രിയിൽ സോനയ്ക്ക് പെഹലെ ഉറങ്ങുന്നതിന് മുമ്പ് മാസേ അമ്മയുടെ അടുത്ത് ജരൂർ ബാത് കർത്താവും, ഉറപ്പായിട്ടും ഞാൻ അമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടേ ഞാൻ ഉറങ്ങും. അപ്പം ഞാൻ ഭാരതത്തിലായാലും വിദേശത്തായാലും എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. മേരി മാ ने मुझे अपनी प्रसिद्धि को विनम्रता के साथ संभालने की सीख दी है. എൻ്റെ അമ്മ എൻ്റെ പ്രസിദ്ധിയെ വിനയത്തോടുകൂടി സ്വീകരിച്ച് പാലിക്കാനുള്ള ഒരു അറിവാണ് എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും തന്നിട്ടുള്ളത്. അതായത് പ്രസിദ്ധിയെ നമ്മൾ വിനയത്തോടുകൂടി പരിപാലിക്കണം. मेरी सबसे बड़ी भाभी कविता भी मेरे लिए माँ की तरह है और वह भी मेरे लिए प्रेरणा स्रोत रही है. എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടത്തിയായ കവിതാജിയും എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്. ശ്രീമതി കവിതയും എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിനീത, आपने सबसे पहले कृत्रिम घास एस्ट्रोटर्फ पर हॉकी कप के लिए. കൃത്രിം ഘാസ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അതായത് ഇപ്പം നമ്മൾക്ക് ഒറിജിനൽ ഗ്രാസൊക്കെ ഒരു പ്ലേ ഗ്രൗണ്ടിൽ റെഡിയാക്കി എടുക്കാൻ പാടാം. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഇപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ടുണ്ടാക്കിയ ഫീൽഡുകളാണുള്ളത്. അതിനാണ് നമ്മൾ ആസ്ട്രോ ടർഫ് എന്ന് പറയും. ആൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സർഫസ് യൂസ്ഡ് ഫോർ സ്പോർട്സ് ഫീൽഡ്. അതായത് സ്പോർട്സ് കളിക്കൊക്കെ ഉള്ള ഫീൽഡ് ഒരുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് ആസ്ട്രോ ടർഫ്. അപ്പം വിനീതാജി ചോദിക്കുകയാണ്, താങ്കൾ ആദ്യമായിട്ട് ആസ്ട്രോ ടർഫിൽ ഹോക്കി എപ്പോഴാണ് കളിച്ചത്? ധൻരാജ്, मैंने सबसे पहले कृत्रिम घास तब देखी जब राष्ट्रीय खेलों नेशनल्स
में भाग लेने 1988 में नई दिल्ली आया. അപ്പം 1988 1988 ന്യൂഡൽഹിയിൽ നാഷണൽ ഗെയിം കളിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ ആദ്യമായിട്ട് ഈ കൃത്രിം കാസ് ഉള്ള ഫീൽഡ് ശ്രീ ധൻരാജ് കാണുന്നത്. मुझे याद है कि किस तरह सौमैया और जोखिम कारवाल हो मुझे एक कोने में ले जाकर कृत्रिम कास पर खेलने के गुर बता रहे थे. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുझे याद है ഏത് തരത്തിലാണ് സോമയ്യയും ജോക്വിൻ കാർവൽഹോയും എല്ലാം എന്നെ ഈ ഫീൽഡിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഈ കൃത്രിം കാസിൽ കളിക്കാനുള്ള ട്രിക്കുകൾ, ഗുർ ബത്താന എന്ന് വെച്ചാൽ ട്രിക്ക് പറഞ്ഞു തരിക. ഈ കൃത്രിം ഗ്രാസിലൊക്കെ കളിക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. और जब वे बताने में लगे हुए थे मैं चुक कर उस मैदान को छू रहा था. ജുക്ന എന്ന് വെച്ചാൽ കുനിയുക. അപ്പോൾ ധൻരാജിൻ്റെ കൂട്ടുകാർ എന്താണ് ഈ ആസ്ട്രോടർഫിൽ കളിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ധൻരാജ് വളരെയധികം ആകാംക്ഷയോടുകൂടി കുനിഞ്ഞ് ആ മൈതാനത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരുന്നു. मुझे विश्वास ही नहीं हो रहा था कि विज्ञान इस कदर तरक्की कर सकता है जिससे कृत्रिम घास तक उगाई जा सके. വിജ്ഞാൻ എന്ന് വെച്ചാൽ സയൻസ്, തരക്കി എന്ന് വെച്ചാൽ ഇംപ്രൂവ്മെൻറ്റ്, ഉഗായി എന്ന് വെച്ചാൽ ടു ഗ്രോ വളരുക, കൃത്രിം ഘാസ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അപ്പോൾ ധൻരാജിന് വിശ്വസിക്കാൻ പറ്റിയില്ല. വിജ്ഞാനത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് മൂലം എന്താണ് ഒരു സ്റ്റേഡിയത്തിൻ്റെ വളർച്ച ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ടുള്ള രീതി വരെ എത്തി എന്നുള്ളത് ധൻരാജിന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ലായിരുന്നു. വിനീത हर युवक का यह सपना होता है कि उसके पास एक कार हो. आपके पास अपनी पहली कार कब आई? അപ്പം വിനീത ചോദിക്കുകയാണ്, ഏത് യുവാക്കളുടെ ആയാലും ഒരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു കാർ മേടിക്കുക എന്നുള്ളത്. അപ്പോൾ താങ്കളുടെ കയ്യിൽ ആദ്യത്തെ കാർ എപ്പോഴാണ് വന്നത്? ധനരാജ് मेरी पहली कार एक सेकेंड हैंड अरमाडा थी जो मुझे मेरे पहले के एम्प्लॉयर ने दी थी. അർമാഡ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ജീപ്പാണ്. അപ്പം പുള്ളിയുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് അർമാഡയാണ്. അത് പുള്ളിയുടെ ഫസ്റ്റ് എംപ്ലോയർ, ആദ്യം ജോലി കൊടുത്ത മുതലാളി കൊടുത്തതാണ് ആ അർമാഡ, സെക്കൻഡ് ഹാൻഡ് അർമാഡ. തബ് തക് മൈ കാഫി നാമി കിലാടി ബൻ ചുക്കാ താ. അപ്പോൾ ആ സമയത്ത് പുള്ളി ഒരു ഏകദേശം ഒരു പേരെടുത്ത ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് കിട്ടിയതാണ് ഈ സെക്കൻഡ് ഹാൻഡ് അർമാഡ. മഗർ യേ കോയി ജരൂരി നഹി കി ഷോഹരത്ത് പൈസ സാത്ത് ലേക്കർ ആയേ. അപ്പം അതുകൊണ്ട് ഷോഹരത്ത് പൈസ എന്ന് വെച്ചാൽ ഫെയിം മണി. അപ്പം ആ സമയത്ത് ഈ നമ്മുടെ ധൻരാജ് പിള്ളെ നല്ല പേരെടുത്ത കളിക്കാരനാണെങ്കിലും പുള്ളിക്ക് ആ പേരിനനുസരിച്ച് പ്രശസ്തിക്ക് അനുസരിച്ചുള്ള പൈസയൊന്നും വന്നു തുടങ്ങിയില്ല. मैं तब भी मुंबई की लोकल ट्रेनों और बसों में सफ़र करता था. സഫർ കർണ എന്ന് വെച്ചാൽ യാത്ര ചെയ്യുക. അപ്പോൾ ഞാൻ അന്നും മുംബൈയിലെ ലോക്കൽ ട്രെയിനിലും ബസ്സിലും ഒക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം പേരെടുത്ത കില്ലാടി ആണെങ്കിലും ഒരുപാട് പൈസയൊന്നും വന്നു തുടങ്ങിയില്ല. അപ്പം അത്ര ലാവിഷായിട്ട് സഞ്ചരിക്കാനുള്ള പൈസയൊന്നും ആയതുമില്ല. അപ്പോൾ അതുകൊണ്ട് സാധാ ട്രെയിനിലും ബസ്സിലും ഒക്കെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ക്യോങ്കി ടാക്സി മീൻ ചട്നി കി ഹേസിയത്ത് മുജ്മേ നഹി തീ. അപ്പോൾ ആ സമയത്തൊരു ടാക്സിയൊക്കെ വിളിച്ച് പോകാനുള്ള സ്റ്റാറ്റസ് ഒന്നും ധൻരാജ് പിള്ളയ്ക്ക് ഇല്ലായിരുന്നു. അതായത് മണി സ്റ്റാറ്റസ്, അത്തരത്തിലുള്ള പൈസയൊന്നും ഇല്ലായിരുന്നു. മുझे याद है एक बार किसी फोटोग्राफर ने एक भीड़ से भरे रेलवे स्टेशन पर मेरी तस्वीर खींचकर अगली सुबह अखबार में यह खबर छाप दी कि हॉकी का सितारा पिल्लई अभी भी मुंबई की लोकल ट्रेनों में सफ़र करता है. ഇതൊരു നീണ്ട സെൻറ്റൻസ് ആണെന്ന് ശ്രദ്ധിച്ചു. മുझे याद है എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏക് ബാർ ഒരു വട്ടം, കിസി ഫോട്ടോഗ്രാഫറിനെ ഏതോ ഒരു ഫോട്ടോഗ്രാഫർ, ഭീഡ് എന്ന് വെച്ചാൽ ആൾക്കൂട്ടം, ഒരാൾക്കൂട്ടത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ മേരി തസ്വീർ എൻ്റെ ഫോട്ടോ, മേരി തസ്വീർ കീഞ്ച് എന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അഗലി സുബഹ് പിറ്റേ ദിവസം രാവിലത്തെ അഖബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ, പിറ്റേ ദിവസം രാവിലത്തെ ന്യൂസ് പേപ്പറിൽ ഖബർ എന്ന് വെച്ചാൽ വാർത്ത, ഖബർ ചാപ്പതി എന്ന് വെച്ചാൽ വാർത്തയിട്ടു. എന്താണ്? ഹോക്കി കാ സിതാര, ഹോക്കിയുടെ സ്റ്റാറായിട്ടുള്ള പിള്ളൈ അബീബി ഇപ്പോഴും
മുംബൈ की ലോക്കൽ ട്രെയിനോ में സഫർ करता है. ഇപ്പോഴും മുംബൈയിലെ ലോക്കൽ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ഫുൾ അർത്ഥം എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വട്ടം ഏതോ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു, ഒരു റെയിൽവേ സ്റ്റേഷനിലെ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ധൻരാജ് പിള്ളയുടെ ഫോട്ടോ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലത്തെ പത്രത്തിൽ വാർത്തയിട്ടു. എന്താണ് വാർത്തയിട്ടത്? ഹോക്കി കാ സിതാര, ഹോക്കിയുടെ റൈസിംഗ് സ്റ്റാർ പിള്ളൈ ഇപ്പോഴും മുംബൈയിലെ ലോക്കൽ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. मैंने महसूस किया कि मैं एक मशहूर चेहरा बन चुका हूँ और मुझे लोकल ट्रेनों में सफ़र करने से बचना चाहिए. उस दिन ആ ദിവസം എനിക്ക് മനസ്സിലായി എന്താണ്, ഞാനൊരു ഫേമസ് ആയിട്ടുള്ളൊരു മുഖം ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ലോക്കൽ ട്രെയിനിലുള്ള യാത്രയിൽ നിന്നും രക്ഷപ്പെട്ടേ മതിയാകൂ. കാര്യം പുള്ളി എല്ലാവർക്കും ഒന്ന് പോപ്പുലറായി തുടങ്ങി, എല്ലാവരും കണ്ടാൽ തിരിച്ചറിയപ്പെടുന്നൊരു വ്യക്തിയായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്കൽ ട്രെയിനിലുള്ള യാത്രയിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കേണ്ട ഒരു സമയമായി എന്ന് ധൻരാജിന് തന്നെ തോന്നി തുടങ്ങി. ലേക്കിൻ മൈ കർഹി ക്യാ സക്താ ഹൂം, പക്ഷേ ഞാൻ എന്ത് ചെയ്യും? മൈ ജോ ബി തോടാ ബഹുത് കമാത്ത ഉസ്സേ അപ്നാ പരിവാർ ചലാനാ പഡ്താ. അപ്പം ഞാൻ വളരെ കുറച്ച് ഞാൻ സമ്പാദിക്കുന്ന ആ കുറച്ചുള്ള പൈസ കൊണ്ട് ഞാൻ എൻ്റെ ഫാമിലി മാനേജ് ചെയ്തുകൊണ്ട് പോവുക, അതിനുള്ള പൈസ എനിക്ക് കിട്ടുന്നുള്ളൂ. ധീരെ ധീരെ पैसे जमा करके बहन की शादी की और अपनी माँ के लिए हर महीने पुणे पैसा भेजना शुरू किया. പതുക്കെ പതുക്കെ കുറച്ചുകൂടെയൊക്കെ സമ്പാദിച്ചിട്ട് ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തി. എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കാൻ തുടങ്ങി. आज मेरे पास एक फोर्ड आइकन है जिसे मैंने सन 2000 में खरीदा था. ഇന്ന് എൻ്റെ കയ്യിലൊരു ഫോർഡ് ഐക്കൺ ഉണ്ട്. അത് ഞാൻ 2000 ഖരീദണമെന്ന് വെച്ചാൽ മേടിക്കുക, 2000 മേടിച്ചതാണ്. മഗർ വഹ് കിസി കോർപ്പറേറ്റ് ഹൗസ് കാ ദിയാ ഹുവ തോഫ നഹി, തോഫ എന്ന് വെച്ചാൽ ഗിഫ്റ്റ്. പക്ഷേ അത് ഏതെങ്കിലും കോർപ്പറേറ്റുകാർ തന്ന കാറൊന്നുമല്ല, ബൽക്കി പകരം മേരി മെഹനത് കി ഘാടി കമായി സെ ഖരീദി ഹുയി കാർ ഹെ, ഞാൻ സ്വന്തമായി കഷ്ടപ്പെട്ട് ഉള്ള ആ പൈസയ്ക്ക് മേടിച്ച കാറാണ്. വിനീത, सफलता का आपके लिए क्या महत्व है? हॉकी को आपने इतना कुछ दिया, इसके बदले आपको क्या मिला? സഫലത എന്ന് വെച്ചാൽ സക്സസ്. അപ്പം സക്സസ്സിന് താങ്കൾ എന്ത് മഹത്വമാണ്, താങ്കളുടെ ഒരു ഇതിലെന്താണ് അതിൻ്റെ ഉള്ളൊരു മഹത്വം? ഹോക്കിക്ക് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് പകരമായിട്ട് ഹോക്കി താങ്കൾക്ക് എന്താണ് തന്നത്? ധനരാജ്, कुछ रुपये इनाम में मिले थे मगर आज खिलाड़ियों को जितना मिलता है उसके मुकाबले में पहले कुछ नहीं मिलता था. അപ്പം കുറച്ച് രൂപയൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മഗർ ആജ് ഖിലാഡിയോക്കോ ജിത്തന മിൽത്ത, പക്ഷേ ഇന്നത്തെ കാലത്ത് പ്ലെയേഴ്സിനൊക്കെ കിട്ടുന്ന പോലെ അതിനെ കമ്പയർ ചെയ്ത് നോക്കും, മുക്കാബില എന്ന് വെച്ചാൽ ഉസ്കെ മുക്കാബില, അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതിനു മുമ്പ് അത്രയ്ക്കൊന്നും കിട്ടത്തില്ലായിരുന്നു. मेरी पहली जिम्मेदारी थी परिवार में आर्थिक तंगी को दूर करना और उन सबको एक बेहतर ज़िंदगी देना. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജിമ്മേദാരി എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി, പരിവാർ എന്ന് വെച്ചാൽ ഫാമിലി, അപ്പോൾ ആർത്തിക് എന്ന് വെച്ചാൽ പൈസയായിട്ട് ബന്ധപ്പെട്ടത്, ബെഹത്തർ ജിന്ദഗി എന്ന് വെച്ചാൽ ബെറ്റർ ലൈഫ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഫാമിലിയിലെ പൈസയ്ക്കുള്ള ബുദ്ധിമുട്ട് മാറ്റുക എന്നുള്ളതും പിന്നെ എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഒരു ബെറ്റർ ലൈഫ് കൊടുക്കുക എന്നുള്ളതുമായിരുന്നു. വിദേശ് में जाकर खेलने से जो कमाई हुई उससे मैंने 1994 में पुणे के भाऊ पटेल रोड पर 2 बेडरूम का एक छोटा सा फ्लैट खरीदा. അപ്പോൾ വിദേശത്തൊക്കെ പോയി കളിച്ചിട്ടുണ്ടായ ആ ഒരു സേവിങ്സിൽ നിന്നും 1994 അതായത് 1994 ഞാൻ പൂനെയിലെ ഭാവു പാട്ടീൽ റോഡിൽ ഒരു 2 ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റ്, ഒരു ചെറിയൊരു ഫ്ലാറ്റ് മേടിച്ചു. ഘർ ഛോട്ടാ ജറൂർ ഹെ പർ ഹം സബ്കെ ലിയേ കാഫി ഹെ. വീട് ചെറുതായിരുന്നു, എന്നിരുന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഓക്കെ ആയിരുന്നു. അതായത് ഞങ്ങളെല്ലാവരും ആ ഒരു കൊച്ചു ഫ്ലാറ്റിൽ തന്നെ സന്തുഷ്ടരും സംതൃപ്തരുമായിരുന്നു. 1999 में महाराष्ट्र सरकार ने मुझे पवई में एक फ्लैट दिया. 1999 മഹാരാഷ്ട്ര സർക്കാർ എനിക്ക് മുംബൈയിലെ പവയിൽ ഒരു ഫ്ലാറ്റ് തന്നു.
वह ऐसा घर है जिसे खरीदने की मेरी खुद की हैसियत कभी नहीं हो पाती. ഇപ്പം 1999 മഹാരാഷ്ട്ര സർക്കാർ ധൻരാജൻ പിള്ളയ്ക്ക് കൊടുത്ത ഫ്ലാറ്റ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് മേടിക്കാൻ പറ്റുന്നതിലും ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ഫ്ലാറ്റായിരുന്നു. വിനീത, സെലിബ്രിറ്റീസ് के साथ एक ही मंच पर बैठना कैसा लगता है? സെലിബ്രിറ്റീസിൻ്റെ കൂടെ താങ്കൾക്ക് ഒരേ സ്റ്റേജിലിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ധനരാജ്, बहुत अच्छा. जब हम राष्ट्रपति से मिले तब यह महसूस हुआ कि हम कितने खास हैं. हॉकी ही है जिसके चलते हर जगह പ്രതിഷ്ഠ मिली. അപ്പം ധൻരാജ് പറയുകയാണ്, വളരെ നല്ലൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് സെലിബ്രിറ്റീസിൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്ത് ഇരിക്കുമ്പം. അപ്പോൾ അദ്ദേഹം രാഷ്ട്രപതിയുടെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് സ്വയം അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നും ആദരിക്കപ്പെടുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നി. അതിനെല്ലാം കാരണം ഹോക്കിയാണ്. ഈ ഹോക്കി മൂലമാണ് ഒരുപാട് സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആദരവ് കിട്ടിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിലൂടെ ശ്രീ ധൻരാജിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും എല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ലൊരു പാഠമായിരുന്നു. ഇതെല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.